വെൽക്കം ബാക്ക് ടു എസ്എഫ്എം. ഞാൻ എൽസ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആയിട്ടാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് ബോക്സിലേക്ക് വരാം. അപ്പോൾ അവിടെ ആ താഴെ ഒരു മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് ബോക്സിലേക്ക് വരാം. ഡയറക്റ്റ്ലി അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതൊരു ലിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് ഇങ്ങനെ എടുത്ത് നമ്പർ എടുത്ത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ആ ലിങ്ക് അവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അറിയത്തില്ലാത്തവർ, ഇനിയും കാണാത്തവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് ബോക്സിലെത്താം. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി നമ്മൾ ഇതിട്ട് പോവുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരുത്തിരിക്കുന്ന ഫാബ്രിക് നമ്മൾ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്. കോഡിങ് വർക്ക് വന്നേക്കുന്നത് കോട്ടണിലും വിസ്കോസ് ജോർജറ്റിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കോട്ടണിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്, പേസ്റ്റൽ ലാവൻഡർ ആണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു നമ്മളെ ഡള്ളാക്കി കളയാൻ തോന്നും. പക്ഷെ ഇതിട്ട ആ ഒരു രീതിയിൽ കണ്ട ഒരു ലേസ് വർക്ക് കൊടുത്ത് ഒരു പിങ്ക് ദുപ്പട്ട, എൻ്റെ ഉണ്ടായിരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഈ ദുപ്പട്ട കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ദുപ്പട്ട കിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. ആ സെയിം കളറുള്ള ഫാബ്രിക് നമുക്ക് ഈ പ്ലെയിൻ ഫാബ്രിക് വെച്ചാണ് ഞാനിതൊന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ചെറിയൊരു യോക്ക് പോലെ ഇങ്ങനെ പാനൽ പോലെ കൊടുത്തേക്കുവാണ്. അങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്തേക്കുന്ന ഈ ഒരു ഫാബ്രിക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളാം. അതുപോലെ റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷൻസ് നമ്മൾ 2 ദിവസത്തിന് ശേഷമായിരിക്കും ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. ധൃതിയുള്ളവർ ആരും ഓർഡർ ചെയ്യരുത്. നമ്മൾ 2 ദിവസം വേണം നമുക്കിത്, കാരണം അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഓർഡേഴ്സും വരുന്നതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിലാണ് ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആവുന്ന അനുസരിച്ച് ചെയ്തോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്പാച്ച് ആയോ, ട്രാക്കിംഗ് ID അയക്കാവുന്നൊക്കെ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്ത് 2 ദിവസത്തേക്ക് തന്നെ. അപ്പോൾ 2 ദിവസത്തിന് ശേഷമായിരിക്കും അയക്കുള്ളൂ. അപ്പോൾ നമുക്ക് കളക്ഷൻസ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് പ്ലെയിൻ ഫാബ്രിക്സ് കാണാം. ജാം സാറ്റിൻ ഫാബ്രിക്കിൽ കുറച്ച് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ടോപ്പും ബോട്ടവും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളേഴ്സാണ്. ഇതിൻ്റെ ഒരു 6 ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കുറച്ച് കളേഴ്സാണ്. ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന ഒരു പീച്ചാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡുണ്ട്, ബ്ലാക്ക് ഉണ്ട്, നല്ലൊരു മിൽക്കി വൈറ്റ് ഉണ്ട്. ഉജാല വൈറ്റ് അല്ല, നല്ലൊരു വൈറ്റ് ആണ്. ഇത് നമുക്ക് ടോപ്പായിട്ടും ബോട്ടമായിട്ടും ചെയ്യാൻ, കോട്ട് സെറ്റ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഭയങ്കര ഒഴുകി കിടക്കുന്ന ടൈപ്പ് അങ്ങനത്തെ അല്ല, കോട്ടൺ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇതാണ് ഫാബ്രിക്കിൻ്റെ നേച്ചർ വന്നേക്കുന്നത്. ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ബോട്ടത്തിന് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പായിട്ട് ചെയ്യാം, പ്ലെയിൻ ബ്ലൗസിന് വേണ്ടിയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയിൻ ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു പീച്ചാണ്, കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു പീച്ച് ടോണാണ്. മീറ്റർ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ കോട്ട് സെറ്റ് പ്ലെയിൻ ഫാബ്രിക്സിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. കോട്ട് സെറ്റ് പോലെ ചെയ്യാനായിട്ട് നല്ല ഒരു ഫാബ്രിക്കാണ്. ചെറിയൊരു സിൽക്കിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്, സാറ്റിൻ ഫിനിഷിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സിൽക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിൽക്കല്ല, കുറച്ചിങ്ങനെ ഒരു എന്താണ് കോട്ടൻ്റെ കുറച്ച് ഡള്ളായിട്ടുള്ള കോട്ടൺ അല്ല, ഇങ്ങനെ കുറച്ചൊരു തിളക്കമുള്ള ഒരു ഗ്ലേസിംഗ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര തിളക്കമൊന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ടോൺ വന്നേക്കുന്നു ഒരു പീച്ച്, പിന്നെ വന്നേക്കുന്ന ഒരു ബ്ലാക്ക് ടോൺ ആണ്, നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ വന്നേക്കുന്ന ഒരു മിൽക്കി വൈറ്റ് ആണ്. ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ, പ്ലെയിൻ ഫാബ്രിക് ആണ്. ഇതാ ഇങ്ങനെ വരുന്നത്, ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതാണ് കോട്ടൺ ആണ്, നല്ലൊരു ജാം സാറ്റിൻ എന്ന് പറയും ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ചെറിയൊരു സാറ്റിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. ഇങ്ങനെ വന്നേക്കുന്നു. ഗ്രീൻ കളറുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് കളറ്. ആൻഡ് ഇത് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ലാവൻഡർ ആണ്. ഇങ്ങനെ വരുന്നു. നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ആണ്. പ്ലെയിൻ ആയിട്ട് ടോപ്പും ബോട്ടവും നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്ന നല്ല രസമുള്ള ഒരു ചിക്കു ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിലേക്ക് ആ ഒരു ഇതൊക്കെ ടോപ്പും ബോട്ടവും ചെയ്യാൻ നല്ല രസമുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇതൊക്കെ ഫാബ്രിക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഐഡിയാസ് ഒന്നും തോന്നില്ല, പക്ഷെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് ടോപ്പും ബോട്ടവും ആയിട്ട് കോട്ട് സെറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 185 ആണ്. അടുത്തത് പ്ലെയിൻ ആയിട്ടുള്ള ചിനോൺ സിൽക്ക് ഫാബ്രിക് ആണ്. പ്യുവർ ആയിട്ടുള്ള ചിനോൺ സിൽക്ക് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സാണ് കേട്ടോ. 7 കളറുണ്ട്. എല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന കളേഴ്സാണ്. നല്ല രസമുള്ള നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് ഫസ്റ്റ് വൺ. എന്ത് ഭംഗിയാണെന്നറിയാം ഈ മെറ്റീരിയൽ കാണാൻ. നമുക്ക് എ ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ സ്ലിറ്റർ ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡിസൈനർ ആയിട്ട് ഇങ്ങനെ ആലിയ കട്ടിലൊക്കെ ഏത് രീതിയിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പണ്ടൊക്കെ ഈ നമ്മൾ ഫോക്സ് ജോർജറ്റിലൊക്കെ ഇങ്ങനെ പല കളേഴ്സ് എടുത്ത് നമ്മൾ ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചിനോൺ സിൽക്ക് ആണ് കേട്ടോ. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതാ ഇങ്ങനെ വരുന്ന നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് ഫസ്റ്റ് ടോൺ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട്. നല്ല കൂടിയ ടൈപ്പ് ഫാബ്രിക് ആണ്. നല്ലൊരു മിൽക്കി വൈറ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്.
ഇങ്ങനെ വരുന്നു ഫാബ്രിക്. നെക്സ്റ്റ് ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. പ്ലെയിൻ ഫാബ്രിക്കിൽ ബ്ലാക്ക് ഫാബ്രിക് ചോദിച്ചു വന്നേക്കുന്ന ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഇതാ നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ. പ്യുവർ ആയിട്ടുള്ള ചിനോൺ സിൽക്ക് ആണ് ഫാബ്രിക്. ഇതാ നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക്, അടിപൊളിയായിരിക്കും. നമ്മൾ ഒന്നും ചെയ്യണ്ട, വെറുതെ ഒരു സ്ലിറ്റഡ് ടോപ്പ് അടിച്ചിട്ടാലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ യോക്ക് പോർഷനൊക്കെ കൊടുത്തിട്ട് ഏതെങ്കിലും കളറിലൊക്കെ കൊടുത്ത് ചെയ്താലും നല്ല രസമുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെയായിരുന്നു. ചിനോൺ സിൽക്ക് ആണ് ഫാബ്രിക്. നെക്സ്റ്റ് കളർ ജെറ്റ് ബ്ലാക്ക്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 220 per meter ആണ്. പ്യുവർ ഫാബ്രിക് ആണ് കേട്ടോ. അടുത്തതൊരു നല്ലൊരു മെറ്റാലിക് ഷെയ്ഡാണ്. നല്ലൊരു ചോക്ലേറ്റ് ബ്രൗണിലേക്ക് ഒരു മെറ്റാലിക് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല രസമുള്ളൊരു കളർ കേട്ടോ. ഇതെല്ലാം പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമ്മൾ ഡൈ എടുപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. മിൽ ഡൈ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് കളർ ഷെയ്ഡ് പറഞ്ഞു കൊടുത്ത നല്ല റെയർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു കളർ നല്ല ഡിഫറെൻറ്റ് കളറാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല രസമല്ലേ കാണാൻ? നല്ല ഭംഗിയുണ്ട്. ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നവർക്കും എടുക്കാൻ പറ്റിയ ഫാബ്രിക് ആണ്. പ്യുവർ ചിനോൺ സിൽക്ക് 220 per meter. പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അങ്ങനെ വരുന്നു. 44 ആണ് വിട്ട് വരുന്നത്. നല്ലൊരു ചില്ലി റെഡ് ടോൺ ആണ്. നല്ല ഭംഗിയുള്ളൊരു ചില്ലി റെഡ്. ഇതിൻ്റെ കുറച്ചാട്ടം കിട്ടിയുള്ളൂ, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ട്. ഇത് നമുക്ക് ഇനിയും ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. നല്ല ഭംഗിയുള്ള ഇത് രസമാണ്. നോക്കിക്കുക ആ കളർ. എൻ്റെ അമ്മയെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ്, ചില്ലി റെഡ് ആണ് കേട്ടോ കളർ. ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് അംബർല കട്ടൊക്കെ ആയിട്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള പ്യുവർ ചിനോൺ സിൽക്കാണ്. മീറ്റർ പ്രൈസ് 220. അടുത്ത ഷെയ്ഡ്, അയ്യോ എന്ത് ഭംഗിയുള്ള ഷെയ്ഡുകളാണ് നോക്കിയത്. ഇതെല്ലാം കാണിക്കാം നമുക്ക്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു മാംഗോയിലോ, പിന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ, നല്ല രസമുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ടോണാണ്. അടുത്തത് ഒരു ബർഗൻഡി ടോണാണ്. നല്ല ഭംഗിയുള്ളൊരു വൈനാണ് കൂടുതലും, പക്ഷെ ഒരു ബർഗൻഡി ആൻഡ് വൈൻ മിക്സ് ആയിട്ടുള്ളൊരു ടോൺ. നല്ല രസമാണ് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. മീറ്റർ പ്രൈസ് വരുന്നത് 220. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. പ്ലെയിൻ ഫാബ്രിക് ഇപ്പം അങ്ങനെ പ്രത്യേകം ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇങ്ങനെ വരുന്നു. അടുത്ത ഷെയ്ഡ് വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളാം. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് സമയം തരണം ഇത് ഡിസ്പാച്ച് ചെയ്യാൻ. ട്രാക്കിംഗ് ഐ ഡി ഒന്നും ചോദിച്ച് പെട്ടെന്ന് അയക്കരുത്. അടുത്തത് ഞാൻ വേറെതിരിക്കുന്ന ഫാബ്രിക് ആണ്. നമ്മൾ കോഡിംഗ് വർക്ക് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിലും ജോർജറ്റ് ഫാബ്രിക്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്. ഈ കളക്ഷൻ നിങ്ങൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല വെറൈറ്റി കളക്ഷനാണ്. നല്ലൊരു എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കളറാണെങ്കിലും എല്ലാം നല്ല രസമുള്ള കുറച്ച് കളേഴ്സിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ജോർജറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് തീർന്നു. ഇതിൻ്റെ എല്ലാം ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു. ഈ ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ലാവൻഡറാണ്. പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് കാണുമ്പോൾ ഇങ്ങനെ ഒരു, പക്ഷെ തയ്ച്ച് ടൈം നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ വർക്ക് കണ്ടോ, കോഡിങ് വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാനിങ്ങനെ ഒരു പാനൽ പോലെ പ്ലെയിൻ ഫാബ്രിക്കിൽ പാനൽ പോലെ കൊടുത്തിട്ട് ലേസ് വെച്ചിട്ട് അതിനെ ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത്, അങ്ങനെയാണ് ഈ കളറിലാണ് ഞാൻ ലേസ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഈ ഷെയ്ഡിലാണ് ഞാൻ ദുപ്പട്ടയും ഇട്ടേക്കുന്നത്. ഇങ്ങനെ വരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്. ഇതിൻ്റെ തന്നെ സെയിം കളറ് പ്ലെയിൻ ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബാക്ക് പോർഷനും ബോട്ടവും എല്ലാം ആ പ്ലെയിൻ ഫാബ്രിക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ, നല്ലൊരു ബ്രൈറ്റ് ലാവൻഡറാണ്. പക്ഷെ ഒരു ഭയങ്കര പേസ്റ്റൽ ടോണാണ്. അതിൻ്റെ ബോട്ടം ഫാബ്രിക് ഇതാണ് എൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇതിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കട്ടയായിട്ടിരിക്കണം കേട്ടോ. അത്ര ഒരു ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് കണ്ടോ. പ്ലെയിൻ കോട്ടൺ ഫാബ്രിക്കാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് 405 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്കുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിങ്ങനെ ഞാൻ 1/2 മീറ്റർ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യാം. ഫുള്ള് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ട് ഫുള്ള് ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിൽ പ്ലെയിൻ ഫാബ്രിക് ആയിട്ട് അങ്ങനെ ചെയ്യാം. 1.5 മീറ്റർ ആണ് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ചെയ്യാനായിട്ട് വേണ്ടത്. ബാക്ക് ചെയ്യാനായിട്ടും 1.5 മീറ്റർ. അങ്ങനെ വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം. ബോട്ടത്തിനും നല്ലതാണ്. ബോട്ടം എടുക്കുന്നവർ ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ചെറുതായിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ചെറുതായിട്ട് നിഴലടിക്കും.
ലൈനിങ് ഇടാണ്ടും ചെയ്യാം, പക്ഷെ ഞാൻ ലൈനിങ് ഇട്ടാണ് ചെയ്തത്. കോട്ടൻ്റെ ഒരു കുറഞ്ഞ ലൈനിങ് ഇട്ടാൽ മതി, നല്ല ഭംഗി ഉണ്ടാവും. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ. ഈ ഫാബ്രിക്, ഈ പ്ലെയിൻ ഫാബ്രിക് നല്ല സുഖമാണ്, ബോട്ടം അടിച്ചിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് രണ്ടും സെറ്റ് ചെയ്തെടുക്കാം. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് 140 ആണ്. ആൻഡ് വർക്കുള്ള ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 405. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ട, ഞാൻ വേറെ ധരിക്കുന്ന ദുപ്പട്ട അവൈലബിൾ അല്ല കേട്ടോ, അതെൻ്റെ ഒരു പഴയ ദുപ്പട്ടയാണ്. ആൻഡ് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ദുപ്പട്ട നല്ല ഭംഗിയുണ്ടാവും. ഞാനത് ഈ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തെടുത്തേക്കുന്നതാണ് ഈ ഒരു ദുപ്പട്ട. ഇതിങ്ങനെ ഫോൾഡായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളർ ഇച്ചിരി ഡാർക്കായിട്ട് തന്നെ ഇതാ ഇങ്ങനെ വരുന്നു. ഇത് ഇതിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ദുപ്പട്ട വേണ്ടവരും കോൺടാക്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ വേറെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നത്. നല്ല ഭംഗിയുള്ള ഓനിയൻ പിങ്ക്. ഈ ഓനിയൻ പിങ്കിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഈ ഗ്രേ കളറിലുള്ള, ഈ ഗ്രേ കണ്ട ആ കളറിലുള്ള ലേസ് കൊടുക്കുമായിരിക്കും കേട്ടോ ഭംഗി. പിങ്ക് അത്ര എടുത്ത് നിൽക്കില്ല. ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡായതുകൊണ്ട് പിങ്ക് നന്നായിട്ട് എടുത്തു തന്നു. ഇതിൽ കൊടുക്കുമ്പോൾ ആ ഗ്രേ ഷെയ്ഡ് കൊടുക്കുക, അപ്പോൾ നല്ല രസമായിരിക്കും. ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വരുന്നു പ്ലെയിൻ ഫാബ്രിക്, കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ലൈനിങ് ഇല്ലാണ്ടും ബോട്ടം അടിച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വരുന്നു. 140 ആണ് പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്. 405 വർക്ക്. ഇതെങ്ങനെ വരുന്നു വർക്കിൻ്റെ. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. കോഡിങ് വർക്ക് എന്ന് പറയും. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണ്. നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ട് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത്. 405 ആണ് പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക്, 140 പെർ മീറ്റർ. ആൻഡ് അടുത്ത ഷെയ്ഡ് ഇത് കുറച്ചുള്ളൂ കേട്ടോ. ഇത് വന്നേക്കുന്ന നല്ലൊരു ഒരു എന്താണ് ആപ്പിൾ ഗ്രീൻ കളർ ഉണ്ടല്ലോ, അതിൻ്റെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ആപ്പിൾ ഗ്രീൻ കളറാണ്. ഒരു നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഷെയ്ഡ്. ഇതിലും ഈ പറയുന്ന പോലെ പിങ്കും ഇതും കൊടുത്ത നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് നമുക്ക് കിട്ടിയില്ല. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള 3 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീറ്റർ പ്രൈസ് വരുന്നത് 405. അടുത്തത് പ്യുവർ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അതിലേക്ക് ത്രെഡ് വർക്കും അതുപോലെ തന്നെ വാട്ടർ ഗോൾഡ് സീക്വൻസ്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുഞ്ഞു സീക്വൻസ് വർക്ക്. അത്ര എന്താ പറയുക ഭയങ്കര തെറിച്ച് വെക്കുന്നതല്ല, നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്ന ഫാബ്രിക്കാണ്. നല്ല 2 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഒരു ലാവൻഡർ ആണ്, നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് നിങ്ങൾക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം, ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ വരുന്നു. നല്ല രസമുണ്ട്. അതിൻ്റെ വർക്ക് കണ്ടോ, നല്ല രസമുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. സാരിക്കായിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കാണിച്ചു തരവേ, കാരണം ഇതിൻ്റെ വർക്ക് താഴത്തേക്കാണ് പോയിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാരി ആക്കുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സും അല്ലേ. നല്ലൊരു സിൽവർ കളറിലുള്ള ബ്ലൗസ് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ളൊരു സാരി നമുക്കിതിനകത്ത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്യുവർ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ് ആണ്. ടോപ്പിനും നല്ലതാണ്, പക്ഷെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ആ വർക്ക് വന്നേക്കുന്നുണ്ടോ അങ്ങനെ ഒരു നല്ല ഭംഗി. അല്ലെങ്കിൽ പിന്നെ യോക്ക് കൊടുത്തിട്ട് വർക്ക് നേരെ വരാൻ പാകത്തിന് ചെയ്യണം. 44 ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് 370. അടുത്തത് പൗഡർ ബ്ലൂ ടോൺ ആണ്. നല്ല ഭംഗിയുള്ള എക്സാക്ട്ലി നല്ല പൗഡർ ബ്ലൂ, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതെങ്ങനെ വരുന്നു ഇതിൻ്റെ വർക്ക്. ഇതാണ് ഇതിൻ്റെ വർക്ക്. നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കാണ്. ട്രീയുടെ പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അതിലേക്ക് സീക്വൻസിൻ്റെ വർക്കും വന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. സാരിക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ബാപ്റ്റിസം പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ നല്ല ഭംഗിയല്ലേ. ഈവൻ കല്യാണങ്ങൾക്കാണെങ്കിൽ ഈ ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ ഒരേ കൂട്ടുള്ള സാരിയൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. 370 പെർ മീറ്റർ. എൻ്റെ സൈഡിലായിട്ട് ഇതാ ഇങ്ങനെ ഒരു വർക്കുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സൈഡ് നല്ല ഫിനിഷിങ്. അതിൻ്റെ ഒരു ഗോൾഡൻ സെറി വർക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ആ സാരിയുടെ അതേ ഒരു ഫിനിഷിങ്ങിലുണ്ടാവും. സൈഡ് നമുക്കൊന്നും ചെയ്യേണ്ട വരത്തില്ല, നല്ലൊരു ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഫാബ്രിക്. നെക്സ്റ്റ് ഒരു ചിനോൺ സിൽക്കും മൊഡാൾ സിൽക്കും കൂടി ബ്ലെൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല രസമുള്ളൊരു സിൽക്ക് ഫാബ്രിക്. അതിലേക്ക് കണ്ടോ നല്ല രസമുള്ള സീക്വൻസിൻ്റെ വർക്ക് കൊണ്ട് ഇങ്ങനെ ബൂട്ടി ഡിസൈൻ പോലെ, ബൂട്ട വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തേക്കാണ്. ഓൾ ഓവർ ഇങ്ങനത്തെ സീക്വൻസ് വർക്ക് കൊണ്ട്, കുഞ്ഞു സീക്വൻസും കൊണ്ട് ഗോൾഡൻ കളറാണ് സീക്വൻസിന് വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു ഫാബ്രിക്കാണ്. പാർട്ടി വെയർ ഫാബ്രിക്സ് നോക്കിയാൽ നല്ല എന്ന രസമുള്ള കളറാണ് ഇത്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളറാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സാരി ആക്കാം, സാരിയൊക്കെ ആക്കി അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ സൈഡ് കണ്ടതാ ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ.
നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സാരി ആക്കിയിട്ട് അടിപൊളിയായിരിക്കും. ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് ഡൈ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും സാരിക്ക്. ഈ സെയിം തന്നെ കൊടുത്താലും നല്ല രസമായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. 6.5 മീറ്റർ 5.5 മീറ്റർ സാരിക്ക് 1 മീറ്റർ ബ്ലൗസ് കൊടുത്തോ. നല്ല ഭംഗിയാണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. ടോപ്പിനും അടിപൊളിയാണ്. ഈ സെയിം കളർ പാൻറ്റും ടോപ്പും കൂടെ കൊടുത്തോ. അടിപൊളി നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു കളറാണ്. ആൻഡ് വീഡിയോയിൽ എൻ്റെ ഭംഗി കിട്ടുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. എൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 375. ഫാബ്രിക് വരുന്നത് ഒരു ചിനോൺ സിൽക്കും ഒരു മൊഡാൽ സിൽക്കും ബ്ലെൻഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു കളറാണ്. പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്ന എല്ലാം പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്തതാ ഡോള സിൽക്ക് ഫാബ്രിക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസിൻ്റെ വർക്കും വന്നേക്കുന്നത്. ഈ മാംഗോ ഡിസൈൻ വന്നേക്കുന്ന ഈ ഒരു ഫാബ്രിക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയൊക്കെ ഡൈ ചെയ്ത് കുറേ പേര് കൊണ്ടായിരുന്നു. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴേലും കാണിക്കാം. ഇതാ ഇങ്ങനെ വരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഡോള സിൽക്കാണ് ഫാബ്രിക്. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. നല്ലൊരു ഡാർക്ക് മെറൂണാണ്. ഒരു റെഡിഷ് മെറൂണാണ്. പക്ഷെ നല്ല രസമുള്ളൊരു കളറാണ്. അതിനകത്തേക്ക് ആ ത്രെഡ് വർക്ക് കണ്ടോ. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വർക്ക് കാണാനായിട്ട്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും ഡൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഷാൻഡോൺ ബോട്ടം അല്ലെങ്കിൽ കോട്ടൺ ബോട്ടം ഏതെങ്കിലും നമുക്ക് ഡൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് ദുപ്പട്ടയാണെങ്കിലും ഡൈ ചെയ്തൊക്കെ എടുക്കാനും നല്ല രസമായിരിക്കും. ആ എക്സാക്റ്റ് ആ ഫുൾ ആ ഒരു ഷെയ്ഡിലേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഓഫ് വൈറ്റ് കളറിൽ ഉള്ള ദുപ്പട്ട ഇട്ടാലും നല്ല രസമായിരിക്കും. ചിക്കൻ കാരി വർക്കൊക്കെ വരുന്ന ദുപ്പട്ട ഉണ്ടല്ലോ, ലക്നവി ചിക്കൻ കാരി വരുന്നത്, അതിൻ്റെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് 420. അടുത്തത് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ്. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഉള്ളൂ കേട്ടോ. ഇതാ നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. ഇതും ഈ പറഞ്ഞ പോലെ കോട്ട് സെറ്റൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല രസമുള്ള നല്ല ഈ ഫ്രോക്ക് കുർത്തി സ്റ്റൈലിലൊക്കെ ചെയ്യാനായിട്ട് നല്ല ഒരു ഫാബ്രിക്കാണ്. നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു പ്രിൻറ്റുമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഒരു ഡാർക്ക് ഓറഞ്ച്, അങ്ങനെ പല ഷെയ്ഡ്സിലാണ്. ഇതിൻ്റെ ബേസ് കളർ ഒരു മിൽക്കി വൈറ്റ് ടോണിലേക്ക് വന്നിട്ട് പ്രിൻറ്റഡ് ആയിട്ട് വന്നേക്കുന്നു. ഇങ്ങനെ വരുന്നു. നമുക്ക് കോട്ട് സെറ്റ് ആയിട്ട് ചെയ്ത് അടിപൊളിയായിരിക്കും കേട്ടോ. ടോപ്പും ബോട്ടം ആയിട്ട്. അതുപോലെ ഫ്രോക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഷോർട്ട് ഫ്രോക്സ് ഇല്ലേ, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. സ്ലിറ്റഡ് കുർത്തിയായിട്ടും ചെയ്യാം. എന്നിട്ട് ഈ പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള ഏതെങ്കിലും ബോട്ടോ ഒക്കെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഓറഞ്ചോ ഏതെങ്കിലും കളറിലുള്ള ബോട്ടോ ഇട്ടിട്ട് നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് വരുന്നത് 255. നെക്സ്റ്റ് പ്രിന്റഡ് ആയിട്ടുള്ള ഡോള സിൽക്ക് ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രിന്റ് വന്നേക്കുന്ന നല്ല അടിപൊളി റെയർ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ട്രാവലിലായിരുന്നു. ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് കുറേ നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് എഴുന്നേറ്റ് നിന്ന് കാണിച്ചാലായിട്ട് ഭംഗി അറിയാൻ പറ്റുള്ളൂ കണ്ടോ. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടതാ ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡാണ്. ഡബിൾ ഷെയ്ഡ് അല്ല, അതിനകത്ത് പല ഷെയ്ഡ്സും വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും. 48 ലെങ്ത്തിൽ നമുക്കിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് ഉണ്ട്. ഇതാ ഇതിൻ്റെ ഷെയ്ഡ്സ് കണ്ടോ. ഇത് വന്നിരിക്കുന്നത് ഒരു ഡോള സിൽക്കാണ് ഫാബ്രിക്. അതിലേക്ക് ഇതാ മജന്ത ഉണ്ട്, മെറൂൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റാണി പിങ്ക് ഉണ്ട്, റെഡ് റാണി കളറുണ്ട്. എല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് വന്നേക്കുന്നു. അതിലേക്ക് ഇത് താഴേക്ക് വരുമ്പോഴത്തേക്കും ബ്ലൂ, ഇലക്ട്രിക് ബ്ലൂ ഉണ്ട്, ടീൽ ബ്ലൂ ഉണ്ട്, പല ഷെയ്ഡ്സിലും സ്കൈ ബ്ലൂ ഉണ്ട്. അങ്ങനെ പല ഷെയ്ഡ്സിലും വന്നേക്കുന്ന ഷെയ്ഡിലേക്ക് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. നല്ല രസമുള്ള ഫാബ്രിക്കാണ്. പ്യുവർ ആയിട്ടുള്ള ഡോള സിൽക്കാണ് ഫാബ്രിക്. എൻ്റെ ഫസ്റ്റ് പ്രിൻ്റ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ വെച്ച് കാണിച്ചാലായിട്ട് ഭംഗി മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇത് പ്യുവർ ഡോള സിൽക്കാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ വരും ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെഡ് റാണി കളറിൽ കുറച്ച് നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കളർ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ, ഒരു പീകോക്ക് ബ്ലൂ ആണ് കുറച്ചുകൂടി ഇങ്ങനെ എല്ലാ ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുമ്പോൾ ഒരു പീകോക്ക് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡ് കൊടുക്കുമായിരിക്കും. നിങ്ങൾ ഏതാണോ താഴെ വെക്കുന്നത്, അതായത് ഇങ്ങനെ റിവേഴ്സ് ആയിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് മുകളിൽ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇതാ ഇങ്ങനെയും കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് താഴെ ചെയ്യേണ്ടത് ആ ഒരു കളറിൽ ബോട്ടം കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. പ്യുവർ ഡോള സിൽക്കാണ് ഫാബ്രിക്. മീറ്റർ പ്രൈസ് 485.
അടുത്തത് അതിൻ്റെ ഒരു പാറ്റേണും കൂടെ ഉണ്ട്. കളർ മാത്രമല്ല ഡിഫറെൻ്റ്, അതിൻ്റെ ഡിസൈനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഡിസൈൻ. ഇങ്ങനെ സെൽഫ് പ്രിൻറ്റഡ് ആയിട്ടാണ്, സെൽഫ് ഡിസൈൻ ആണ്, അതിൽ തന്നെ ഒരു ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഷെയ്ഡ്സ് കണ്ടോ, പീകോക്ക് ബ്ലൂ ആണ് ഏറ്റവും എൻഡിലായിട്ട്, പീകോക്ക് ബ്ലൂ ഉണ്ട്, ആൻഡ് ബോട്ടിൽ ഗ്രീൻ, മസ്റ്റാർഡ് യെല്ലോ, നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് യെല്ലോ ആണ്. പിന്നെ വന്നേക്കുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ നിന്ന് പിന്നെ ആ ഒരു റെഡ് റാണി കളറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരു ഒരു ഓറഞ്ചിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ വരുന്നു. ആൻഡ് ഇതിലേക്ക് ഒരു റെഡ് റാണിയും റെഡും കൂടെ ബ്ലെൻഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. ഇത് നിങ്ങൾക്ക് മുകളിലായിട്ടും താഴെയായിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് 1.75 ഒക്കെ എടുത്താൽ മതിയായിരിക്കും, 2.5 മീറ്റർ വേണ്ടുന്നവർ. പിന്നെ എക്സ്ട്രാ സൈസ് ഉള്ളവർ, അതായത് ബിഗ് സൈസ് ഉള്ളവർ കുറച്ച് കൂടുതൽ എടുക്കുക. നോർമലി എൻ്റെ ഒരു സൈസിലുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു 1.75 മീറ്റേഴ്സ് മതിയായിരിക്കും. ഇങ്ങനെ വരുന്നു. മീറ്റർ പ്രൈസ് 485. നെക്സ്റ്റ് ഒരു ഗ്രേ ടോൺ ആണ്, സെയിം ഫാബ്രിക്കിൽ ഉണ്ട്, ഡോള സിൽക്ക് ഫാബ്രിക്കിൽ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട്, ഇതാണ് പ്രിന്റ്. 2 ടൈപ്പിലുള്ള പ്രിന്റ് വരുന്നു. ഇതൊരു പ്രിന്റ് ആൻഡ് ഇത് വേറൊരു പ്രിന്റ്, 2 പ്രിന്റും കൂടെ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു ഗ്രേ ടോൺ ആണ്. ഗ്രേ എന്ന് പറയുമ്പോഴത്തേക്കും ഡള്ളല്ല, ആ ഒരു സിൽക്ക് ഫിനിഷിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ ആണ്. അതിലേക്ക് ഇതാ മെറൂൺ, യെല്ലോ, ബ്ലൂ ഷെയ്ഡിലൊക്കെയാണ് അതിൻ്റെ പ്രിന്റ് വന്നേക്കുന്നത്. ഇത് നോർമലി ഉള്ള വിത്താണ് കേട്ടോ. ഇത് വിത്ത് ഉണ്ടെങ്കിലും പക്ഷെ ഇതിൻ്റെ റണ്ണിങ് വൈസ് ആണ് ഇതിൻ്റെ എന്താണ് പ്രിന്റ് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യായിരിക്കും ഭംഗി. ഇങ്ങനെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഇതിൻ്റെ കൂടെ മെറൂൺ ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല രസമുണ്ട്. ആ ഒരു ഗ്രേ ടോൺ എന്ന് പറയുമ്പോൾ നല്ല രസമുള്ളൊരു കളറാണ്. മീറ്റർ പ്രൈസ് വരുന്നത് 485. നെക്സ്റ്റ് ഡാർക്ക് ആയിട്ടുള്ള ഒരു കോഫി കളറാണ്. ഇതെല്ലാം 4 പ്രിൻ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രിന്റ് ചെയ്യുന്നത് ഇതൊരു അജറക് പ്രിന്റിനോട് സിമിലർ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. അതിലേക്ക് ബ്ലൂ, പീകോക്ക് ബ്ലൂ ആൻഡ് ഒരു മെറൂൺ കളറിലാണ് എൻ്റെ പ്രിന്റ് വന്നേക്കുന്നത്. ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് കേട്ടോ. കോഫി ബ്രൗൺ തന്നെ ഒരു ബ്ലാക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളർ. നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ 2.5 തന്നെ എടുക്കണം കേട്ടോ, എന്നാലാണ് ഭംഗി വരുള്ളൂ. പിന്നെ റണ്ണിങ് വൈസ് ഇങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക്കാണ്. പ്യുർ ഡോള സിൽക്കിൽ പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. മീറ്റർ പ്രൈസ് 485. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ട നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളാം. വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ട്. അടിപൊളി കളക്ഷൻസ് മിസ്സാക്കാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി നേരിട്ട് പോവാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.